നമസ്തേ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ പറയുന്നത് പണത്തെ എങ്ങനെ നമ്മളിലേക്ക് ആകർഷിപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പണം മഹാലക്ഷ്മിയാണ് എന്നാണ് സങ്കല്പം. ശരിക്കും പണം ഒരു എനർജി തന്നെയാണ്. പോസിറ്റീവായ ആ ഒരു എനർജിയെ നമ്മളിലേക്ക് ആകർഷിപ്പിക്കാം. യഥാർത്ഥത്തിൽ പണം നമുക്ക് നൽകുന്നത് സ്വാതന്ത്ര്യം തന്നെയാണ്. പണം നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്തെ എല്ലാവരും ഒരേപോലെ ഇഷ്ടപ്പെടുന്നുണ്ട്. ശരിയായ മാനസികാവസ്ഥ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് സമ്പത്തിനെ ആകർഷിക്കുവാൻ കഴിയും. പണത്തോട് പോസിറ്റീവായ ഒരു മനോഭാവം നിങ്ങൾക്കുണ്ടോ? പണം നമുക്ക് ആകർഷിക്കപ്പെടുന്നത് തന്നെ നമ്മുടെ മനോഭാവത്തിലൂടെയാണ്. ശരിക്കും അതിൻ്റെ മൂല്യം തിരിച്ചറിയുക തന്നെ വേണം. പണത്തെ ആകർഷിക്കുവാൻ നമ്മുടെ ചിന്തകൾ തന്നെ മാറണം. ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുക തന്നെ വേണം. അല്ലാത്തപക്ഷം നിങ്ങളുടെ ആകർഷണ വലയത്തിൽ നിന്നും പണം നിങ്ങളിൽ നിന്നും അകന്നുകൊണ്ടേയിരിക്കും. പണം തിന്മയാണ്, അത് ലോകത്ത് സമ്മർദ്ദമുണ്ടാക്കുന്നുവെന്ന് ഒരിക്കലും കരുതരുത്. പണം കൂടുതലുണ്ടായാൽ മനുഷ്യനെ മോശം വ്യക്തിയാക്കും എന്ന് കരുതരുത്. അതേപോലെ തന്നെ പണമുള്ള ആളുകൾ മറ്റുള്ളവരെക്കാൾ മികച്ചതാണെന്ന് വിശ്വസിക്കരുത്. നിങ്ങൾക്ക് പണം സമ്പാദിക്കാൻ കഴിയില്ലെന്നും ഒരിക്കൽ തകർന്നുപോയ വ്യക്തിയാണെന്നും നിങ്ങൾക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും ചിന്തിക്കരുത്. പണം നിങ്ങളിലേക്ക് ആകർഷിക്കണമെങ്കിൽ ഇത്തരം ദുർബല ചിന്തകൾ ഉപേക്ഷിക്കണം. ആദ്യം മനസ്സിൽ ഉറപ്പിക്കേണ്ടത് നിങ്ങൾ പണത്തിന് അർഹനാണെന്ന് വിശ്വസിക്കുകയാണ്. പണം മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, അത് എനിക്ക് വേണ്ടിയല്ല എന്ന് ഒരിക്കലും കരുതരുത്. ഇങ്ങനെയുള്ള ചിന്തകൾ പണം നിങ്ങളിലേക്കുള്ള ആകർഷണത്തെ തടയുമെന്നുള്ളതാണ്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സമ്പൽ സമൃദ്ധിയെയും ആകർഷിക്കുന്നു. അതിനായി ഈ പ്രപഞ്ചം നമ്മളെ സഹായിക്കുന്നു എന്ന് വിശ്വസിക്കുക. എനിക്ക് പണത്തോട് പ്രണയമുണ്ട്. എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പണം ആവശ്യമുണ്ട്. പണം കൊടുക്കുവാനും സ്വീകരിക്കുവാനും ഞാൻ ഇഷ്ടപ്പെടുന്നു. പണം എങ്ങനെ നമ്മളിലേക്ക് ആകർഷിപ്പിക്കും എന്ന് തന്നെയായിരിക്കണം നമ്മുടെ ചിന്തകൾ. ആവശ്യത്തിനുള്ള പണം ഇല്ല എന്ന ചിന്തയാണെങ്കിൽ നമ്മളിലേക്ക് പണം വന്നു ചേരുക എന്നത് അസാധ്യമായിരിക്കും. പണത്തെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളിലുണ്ടാവുക. ആ ചിന്തകൾ പണത്തിൻ്റെ ഫോഴ്സുകളിലേക്ക് നിങ്ങളെ നയിക്കും. പണം എനിക്ക് നൽകുന്നത് സ്വാതന്ത്ര്യമാണ്, അത് ഞാൻ അനുഭവിക്കുക തന്നെ ചെയ്യും. എനിക്ക് പണത്തെപ്പറ്റി നല്ല ധാരണയുണ്ട്. ആ പണം എനിക്ക് വളർച്ചയുണ്ടാക്കുന്ന നിരവധി കാര്യങ്ങൾ ചെയ്യുവാൻ ഉപകരിക്കുന്നു. ഞാൻ സ്വപ്നം കാണുന്നുണ്ട്. എൻ്റെ ആഗ്രഹങ്ങളെ സഫലമാക്കുവാൻ പണം എനിക്ക് അത്യാവശ്യം തന്നെയാണ്. അതിൻ്റെ മൂല്യം വലുതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ പണം സമ്പാദിക്കുവാൻ ആഗ്രഹിക്കുന്നു. എല്ലായിടത്തും അവസരങ്ങളും ഞാൻ കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള ചിന്തകൾ നിരന്തരമായി നിങ്ങളുടെ മനസ്സിൽ നിലനിർത്തുക. നിങ്ങൾക്ക് അവസരങ്ങൾ കണ്ടെത്താനായി സാധിക്കും. നിങ്ങൾ അതിനായി പ്രയത്നിക്കും. നിങ്ങൾ അതിനായി പല സാധ്യതകളും കണ്ടെത്തുക തന്നെ ചെയ്യും. അതേസമയം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് ജീവിതത്തിൽ കൂടുതൽ പണം ആവശ്യമില്ലെന്ന് മന്ത്രിച്ചു കൊണ്ടിരുന്നാൽ അത് നിങ്ങളുടെ മനസ്സിനെ പണത്തെ ആകർഷിപ്പിക്കാനാകില്ല. അത് പണത്തിനായി പ്രവർത്തിക്കുവാൻ നിങ്ങളെ ഒട്ടും തന്നെ അനുവദിക്കുകയില്ല. അങ്ങനെയൊരു സാഹചര്യമായിരിക്കും വന്നെത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബോധമനസ് പണത്തെ ആഗ്രഹിച്ചാൽ കൂടി നിങ്ങളുടെ ഉപബോധ മനസ്സ് പണത്തെ ആകർഷിക്കുവാൻ ഒട്ടും തന്നെ പരിശ്രമിക്കുകയില്ല. പണം ഒരിക്കലെങ്കിലും ദോഷം വരുത്തുന്നുണ്ടോ? പണത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് ബോധ്യമില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ദോഷമുണ്ടാക്കി വയ്ക്കുന്നത്. അറിവ് പോലെയാണ് പണവും. ഒരിക്കലും അത് നിറയ്ക്കുവാൻ സാധിക്കുകയില്ല. അതാണ് സത്യം. അവിശ്വസനീയമായി പണിയെടുത്ത് പണം സമ്പാദിക്കുന്നവരുണ്ട്.
അതേസമയം മറ്റു ചിലർ പണത്തെ തിന്മയ്ക്കോ മറ്റുള്ളവരുടെ ചിലവിനോ സ്വന്തം നേട്ടത്തിനോ ഉപയോഗിക്കുന്നവരുമുണ്ട്. ഒരു മനുഷ്യൻ ആരാണെന്ന് എടുത്തു കാണിക്കുന്നത് തന്നെ സമ്പത്ത് കൊണ്ടാണ്. ഒരു വ്യക്തി ജീവിക്കുവാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ജീവിതം നയിക്കുവാൻ പണം എപ്പോഴും അനുവദിക്കുന്നുണ്ട്. ജീവിതത്തിൽ പണം ഇത്രത്തോളം പ്രധാനപ്പെട്ട ഒന്നാണെന്ന് നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പണം നിങ്ങൾക്ക് വന്നു ചേരും, അനായാസമായി വരുന്നു എന്ന് പോസിറ്റീവായി എപ്പോഴും ചിന്തിക്കുക. അത് നിങ്ങളിലേക്ക് ആകർഷിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒന്ന് എഴുതി വയ്ക്കുക. ലക്ഷ്യങ്ങൾ നേടുന്നതിനായി പല മാർഗങ്ങളുണ്ട്. പല മേഖലകളിലൂടെ പോയെങ്കിൽ മാത്രമേ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുകയുള്ളൂ. പുതിയ സാമ്പത്തിക അവസരങ്ങൾക്കായി നിങ്ങളുടെ കണ്ണുകൾ തുറന്നിടുക. എല്ലാ ദിവസവും പുതിയ സമൃദ്ധമായ ഭാവി മുന്നിൽ കാണുക. സ്വയം പ്രചോദിപ്പിക്കുവാനായി തന്നെ ഒരു പേനയും പേപ്പറുമെടുത്ത് കാര്യങ്ങൾ എഴുതി സൂക്ഷിക്കുക തന്നെ വേണം. ഒരു തലക്കെട്ടും തീയതിയും എല്ലാം ഉണ്ടാകണം. അതിന് ആഗ്രഹങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് അവിടെ എഴുതി വയ്ക്കുക. അത് കണ്ടെത്താനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുക. ശ്രമം തുടരുക. നാം ഒരു സ്വപ്നം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ അതിലേക്ക് അടുക്കുവാൻ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഈ പ്രപഞ്ചം പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അറിയാതെ തന്നെ ആ ഒരു വഴിയിലേക്ക് പോകും. നമ്മൾ പണത്തെ ആകർഷിക്കുവാനായി തുടങ്ങുന്നു. നിങ്ങളെ പിന്നോട്ടടിക്കുന്ന വലിയ ചെലവുകൾ പലപ്പോഴും നിങ്ങളുടെ ശീലങ്ങളെ ഉപേക്ഷിക്കുവാൻ കാരണമാകും. അപ്പോൾ പുതിയ വഴികൾ കണ്ടെത്തും. മനഃപൂർവ്വമല്ലാത്ത ചെലവുകൾ നിയന്ത്രിക്കുക. ലക്ഷ്യത്തിനോ ജീവിതത്തിനോ ഉപകാരമില്ലാത്ത കാര്യങ്ങൾക്കായി പണം നഷ്ടമായി പോകുന്ന അവസരങ്ങൾ ഒഴിവാക്കുക. പുതിയ കാര്യങ്ങൾ പരീക്ഷിച്ചു നോക്കാനും അത് വിജയകരമായി നേട്ടങ്ങളുണ്ടാക്കാനും കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്നും സത്യസന്ധമായിട്ട് വരുമാനമുണ്ടാക്കാമെന്ന് ചിന്തിക്കുമ്പോൾ സ്വയം സംശയവും ഭയവും മറ്റു വലിയ തടസ്സങ്ങളായി മാറരുത്. നിങ്ങൾ കഷ്ടപ്പെട്ട് നേടുന്ന പണം നിങ്ങൾക്ക് വാങ്ങിയതെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ആഡംബര വസ്തുവായി തന്നെ നിങ്ങൾക്ക് കരുതാം. എത്രത്തോളം നിങ്ങൾ ജീവിതം ആസ്വദിക്കുന്നുവോ അത്രത്തോളം തന്നെ നിങ്ങൾ പണം സമ്പാദിക്കും. പണം ഏതൊരു വ്യക്തിക്കും സമ്പാദിക്കാൻ സഹായിക്കുമെന്ന് തെളിയിക്കും. നിങ്ങൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വികസിക്കും, അഭിവൃദ്ധിയുണ്ടാകും. അതിന് വേണ്ടതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കും. എല്ലായിടത്തും നിങ്ങൾ അവസരങ്ങൾ കാണും. അതിനായി നിങ്ങൾ പ്രവർത്തിക്കും. എപ്പോൾ കൂടുതൽ ആഗ്രഹിക്കുന്നുവോ അപ്പോഴാണ് നിങ്ങളിൽ പരിവർത്തനമുണ്ടാകുന്നത്. അപ്പോഴാണ് നിങ്ങൾ പരീക്ഷണത്തിനായി നിങ്ങൾ തയ്യാറാകുന്നതും. പണം നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യമുണ്ട്. അത് ആവോളം നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കും, ഉറപ്പാണ്. ജീവിത വിജയത്തിന് ഇതുകൂടി നിങ്ങൾ പരിശീലിക്കുക. എല്ലാ ദിവസവും അന്നുള്ള വരവ് ചെലവുകൾ എഴുതി സൂക്ഷിക്കുക. ഇന്ന് എത്ര രൂപ വന്നു, എത്ര രൂപ ചെലവായി, ഈ കാര്യങ്ങൾ കൃത്യമായി എഴുതി വെക്കണം. ആർക്കും തന്നെ ഇല്ലാത്ത ഒരു ശീലമാണ് ഈ കണക്കെഴുത്ത്. കണക്കെഴുത്ത് ശീലമാക്കിയാൽ കടക്കണിയിൽ വീഴാതെ നിങ്ങൾക്ക് ജീവിക്കാം. നിങ്ങൾക്ക് സമ്പാദ്യമുണ്ടാകും. ജീവിതത്തിലെ നല്ല ഒരു തീരുമാനമായിരിക്കും ഇത്. കണക്കെഴുത്ത് ഒരു പുതിയ കാര്യമല്ല. നമ്മുടെ മുൻതലമുറ കൃത്യമായി കണക്കെഴുതിയിരുന്നു. അങ്ങനെയുള്ളവർക്ക് വരുമാനം കുറഞ്ഞാലോ ജോലി നഷ്ടപ്പെട്ടാലോ അവർ പെട്ടെന്നൊന്നും തന്നെ സാമ്പത്തികമായി തകരില്ല എന്ന് തന്നെയാണ്. ഈ ശീലം ഇപ്പോഴില്ലാത്തത് കൊണ്ടാണ് കണക്കെഴുത്തിനെ കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യുന്നത്. എന്തിനാണ് കണക്കെഴുതുന്നത്? വിവിധ ആവശ്യങ്ങൾക്കായി ദിവസവും പണം ചെലവാക്കുന്നുണ്ട്. ചിലത് ആവശ്യത്തിനാകും, മറ്റു ചിലത് അത്യാവശ്യത്തിനാകും, എന്നാൽ മറ്റു ചിലത് അനാവശ്യത്തിനുമാകാം. അപ്പോൾ നാം ചെലവിടുന്ന ധനം ആവശ്യത്തിനാണോ അത്യാവശ്യത്തിനാണോ അനാവശ്യത്തിനാണോ എന്ന് പലരും തിരിച്ചറിയാറില്ല.
നമ്മൾ ചെലവിട്ട പണം പരിശോധിക്കാറില്ല, അത് വിശകലനം ചെയ്ത് നോക്കാറില്ല. എന്തുകൊണ്ടാണ്? ചെലവിട്ട രീതി എന്താണ്? രണ്ടാമതും അതിലൂടെ കടന്നു വരാറില്ല. എല്ലാ ദിവസവും കൃത്യമായി കണക്കെഴുതുകയാണെങ്കിൽ ആ ചെലവായ തുക എന്തിനാണ് ചെലവാക്കിയതെന്ന് നമുക്ക് മനസ്സിലാകും. അനാവശ്യമായി നാം പണം ചെലവിടുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായാൽ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ നമ്മുടെ സാമ്പത്തിക അടിത്തറ തകരും. അനാവശ്യ കാര്യങ്ങൾക്ക് ഏറെ പണം ദിവസവും ചെലവിട്ടുകൊണ്ടിരുന്നാൽ അത്യാവശ്യത്തിന് നമ്മുടെ കയ്യിൽ പണമുണ്ടാകില്ല. അതോടെ കടം വാങ്ങൽ ഒരു ശീലമാകും. കടം തിരിച്ചടയ്ക്കാനുള്ള പണമുണ്ടാക്കാൻ അതിനും പ്രയാസമാണ്. എന്നാൽ ദിവസവും കണക്കെഴുതി നോക്കൂ. അതിലൂടെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ചെലവുകൾ ഏതെന്ന് കൃത്യമായി മനസ്സിലാക്കുവാൻ പറ്റും. അങ്ങനെ അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാൻ സാധിക്കും. എങ്ങനെ കണക്കെഴുതാം? നമ്മൾ പണം ചെലവഴിക്കുന്നത് എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് ഒത്തുനോക്കുക. നമ്മൾ പണം ചെലവാക്കുന്നത് ഇപ്പോൾ ആവശ്യമുള്ളതാണോ? ഇപ്പോൾ ഇതിനു വേണ്ടി പണം ചെലവിടേണ്ടതായിരുന്നു? ഇങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളെ നന്മയിലേക്ക് നയിക്കട്ടെ. ഇതിലൂടെ മാത്രമേ കടം ഒഴിയാനും പണം സമ്പാദിക്കാനും സാധിക്കുകയുള്ളൂ. ആദ്യം തന്നെ കണക്കെഴുത്ത് ശീലമാക്കി തുടങ്ങുക. എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം.